ഇങ്ങനെ ഇരുന്ന് പോയ ഞാൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കിടന്നു പോകേണ്ടി വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. വെറും ഒരൊറ്റ ദിവസത്തെ ഒരു വൃത്തികെട്ട കാറ്റിൽ ജാക്കറ്റ് ഇല്ലാണ്ട് ക്ലാസ്സിൽ പോയതിൻ്റെ പുറകിന് പിടിച്ച പനിയാണ്. പനിയാണെങ്കിൽ പോട്ടെ, എൻ്റെ പട്ടീനേക്കാളും വൃത്തികെട്ട കുര ഞാൻ കുരയ്ക്കുന്ന കണ്ടപ്പോഴത്തേക്കാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. അവിടെ ചെന്ന് അവർ പിടിച്ച് അഡ്മിറ്റ് ആക്കിയപ്പോഴത്തേക്ക് വീട്ടിൽ പറയാതിരിക്കാൻ ഒരു വകുപ്പുമില്ല. ഇതായിരുന്നു അവിടെ നിന്നുള്ള റിയാക്ഷൻ. ഓക്കെ, അങ്ങനെ വയ്യായ്കയൊക്കെ മാറി നമ്മളിന്ന് ക്ലാസ്സിൽ പോകാം കേട്ടോ. അപ്പോൾ കുറേ നാളായി, ഒരാഴ്ചത്തെ ലീവ് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ക്ലാസ്സിൽ പോകുന്നത്. ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് സമ്മതിക്കില്ല. അവളെ ഞാൻ തള്ളി കളഞ്ഞാലേ ഉള്ളൂ പിന്നെയും പിന്നെയും വരും. പുള്ളിക്കാരി ഒരു അരക്കിറുക്ക വിട്ടേരെ. അപ്പോൾ നമ്മളിന്ന് പേഷ്യൻറ്റിനെ കാണാൻ പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ മാസ്കും പെട്ടി കാലിയാക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം എടുക്കാനേ പ്രൊഫസർ പറഞ്ഞുള്ളൂ, അത് കാലിയാക്കി അവിടെ വെച്ചു. നമ്മൾ പണ്ടേ നല്ല മക്കളായതുകൊണ്ടേ ഭയങ്കര അനുസരണം കൂടുതൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു തിരിച്ച് ക്ലാസ്സിൽ വന്നു. കാരണം ചെറിയൊരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നേരെ ക്ലാസ്സിലോട്ടൊന്നും വരത്തില്ല, തെണ്ടി പറക്കി അലച്ചിട്ട് തിരിച്ച് ക്ലാസ്സിൽ വരത്തുള്ളൂ.